വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ. സുഭാഷിതം. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ആഹ്വാനമാണ് 148 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിലെ അവസാനത്തെ 5 സങ്കീർത്തനങ്ങളും ഹല്ലേലൂയ ഗീതങ്ങൾ അഥവാ സ്തുതിഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഈ സങ്കീർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള വാക്കുകളോടെയാകുന്നു. 14 വാക്യങ്ങളുള്ള 148 സങ്കീർത്തനത്തിൽ 12 പ്രാവശ്യം യഹോവയെ സ്തുതിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയ മണ്ഡലത്തിലെ നിവാസികളോട് ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. സകല ദൂതന്മാരും സർവ സൈന്യവും സൂര്യചന്ദ്രന്മാരും പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും യഹോവയെ സ്തുതിപ്പീൻ. എന്തുകൊണ്ടാണ് ഇവയൊക്കെ സ്തുതിക്കേണ്ടതെന്ന് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വ്യക്തിഗത ദൈവങ്ങളായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരോട് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി പറയുന്നു, അവയെ ദൈവം സൃഷ്ടിച്ചതാകുന്നു, അതുകൊണ്ട് അവയും ദൈവത്തെ സ്തുതിക്കണം. ഉൽപ്പത്തി പുസ്തകം 1:16 പറഞ്ഞിരിക്കുന്നു, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്ന്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആരാധിക്കപ്പെടേണ്ട ദൈവങ്ങളല്ല. യോശുവയുടെ വാക്കിന്മേൽ സൂര്യൻ ഗിബെയോനിലും ചന്ദ്രൻ അയ്യാലോൻ താഴ്വരയിലും നിന്ന ചരിത്രം യോശുവയുടെ പുസ്തകത്തിലുണ്ട്. 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഭൗമിക മണ്ഡലത്തിലുള്ള സൃഷ്ടികൾ യഹോവയെ സ്തുതിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഭൂമിയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ദൈവത്തിന്റെ സൃഷ്ടികൾ അവയെ സ്തുതിക്കണമെന്നുള്ള ലിസ്റ്റും അവിടെ കാണാൻ കഴിയും. തിമിംഗലങ്ങളും എല്ലാ ആഴികളും തീയും കൽമഴയും ഹിമവും ആവിയും പർവ്വതങ്ങളും കുന്നുകളും ഫലവൃക്ഷങ്ങളും മൃഗങ്ങളും ഇഴജന്തുക്കളും പറവജാതികളും എല്ലാം തന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയിലെ സകല രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. യോഹന്നാൻ ഇങ്ങനെ സാക്ഷീകരിച്ചിരിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്.